ഒരു ബോട്ടിൽ ഇവിടെ ആയിട്ട് ഇടാൻ വേണ്ടി പോവാണ്. ഇത് ആരാണ് ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എടുത്തിടുന്നത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലെ പല പല സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാണ് സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വളരെ തിരക്കേറിയിട്ടുള്ളൊരു വാക്ക് വേ ആണ് ചൂസ് ചെയ്തത്. ഡസ്റ്റ്ബിന്നിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞാൻ വാട്ടർ ബോട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. സംഭവം അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിന് ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ട്. ആരാണോ അത് എടുത്തിടുന്നത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. നമുക്ക് നോക്കി നോക്കാം. ആളുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. എന്താ തോന്നുന്നത്, ആരെങ്കിലും എടുത്തിടും? നല്ല മനസാക്ഷിയുള്ളവരെടുത്തിടും. നമ്മളിവിടെ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിലാണ്. എടപ്പള്ളി പള്ളിയുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ്. കുറെ പേര് വരുന്നുണ്ട്. ഈ ഒരു സ്ഥലം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ആൾക്കാർ പാസിംഗ് ഉള്ള സ്ഥലമാണ്. കുറെ പേര് പാസ് ചെയ്യുന്നുണ്ട്. ആരും എടുക്കുന്നില്ല, ആരും നോക്കുന്നില്ല. എന്താ തോന്നുന്നത്, ആരെങ്കിലും ഇടോ? ഗൈസ്, ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ആ ബോട്ടിൽ ആരാ എടുത്തിടുന്നുള്ളത് വെയിറ്റ് ചെയ്യാണ് അല്ലേ ഗൈസ്? ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ആരും ആ ബോട്ടലിന്റെ സൈഡിലേക്ക് നോക്കുന്നുമില്ല. ആരും നോക്കണില്ല. ആ ബോട്ടിൽ പാവ അവിടെ ഒറ്റക്കിരിക്കുക. അത്ര പാസബിൾ റോഡായിട്ടും ആരും ആ ബോട്ടിൽ നോക്കുന്നില്ലല്ലോ. ഫിറോസ് ഒരു ബോട്ടിൽ അങ്ങോട്ട് എടുത്തിട്ടില്ലേ? അതെന്തിനാ എന്നോട് ആരാ പറഞ്ഞ എടുത്തിടാൻ? അതെ, അപ്പൊ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു മനസ്സിലായി. കൊറേ പേര് ഇതിനെ പാസ് ചെയ്ത് ആരും ആ ബോട്ട് എടുത്തിട്ടില്ല. ഫിറോസ് മാത്രം ആ ബോട്ട് എടുത്ത് പ്രോപ്പറായിട്ട് അതിൽ കിട്ടും. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. വാ ഫിറോസ് ബ്രോ വിൻ ചെയ്തിരിക്കുകയാണ്. എല്ലാരും ഇവിടെ പരിസരങ്ങളൊക്കെ ക്ലീൻ ആക്ക, ഇവിടെ ഒന്നും നാശാക്കരുത്. അതെ, അസുഖങ്ങളൊക്കെ വളരുന്ന സമയം. അവൻ വിചാരിച്ച് ഇനി വേറെ ആരും തട്ടി വീഴല്ല, അവൻ ഓൾറെഡി വീണിരിക്കാന്ന് പറഞ്ഞു. അവന് ചുണ്ടൊക്കെ പൊട്ടിരിക്കുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ചെടി മറിച്ചിടാൻ വേണ്ടി പോവാണ്. ഇത് ആരാണ് കണ്ടിട്ട് എടുത്തു വെക്കുന്നത് അവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഗൈസ്, കുറെ പേര് പാസ് ചെയ്യുന്നുണ്ട്. അവർ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. ആരെങ്കിലും എടുത്തു വെക്കോ നോക്കാമോ? അത്യാവശ്യം ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ട് ഗൈസ്, പക്ഷെ ആരും നോക്കുന്നില്ല. നോക്കി പോകുന്നുണ്ട്, പക്ഷെ ആരും എടുത്തു വെച്ചിട്ടില്ല. നോക്കാം ഗൈസ്. ബ്രോ എന്താ പേര്? ബെഞ്ചമിൻ. നമ്മൾ കുറേ പേരെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചെടി മറിച്ചിട്ടിട്ട് അത് എടുത്തു വെക്കുന്നവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളതായിരുന്നു പ്ലാന്. അപ്പോൾ ബെഞ്ചമിൻ ബ്രോ ആണ് എടുത്തു വെച്ചത്. എന്താണ് എടുത്തു വെക്കാൻ തോന്നാനുള്ള റീസൺ? എടുത്തു വെക്കാൻ തോന്നി, കിടക്കണ കണ്ടപ്പോൾ എടുത്തു വെക്കാൻ തോന്നി. പൂനൂലിൽ ഡിസൈൻസ് തരുന്നൊരു ചെറിയ ഗിഫ്റ്റ് ആണ്, ഒരു ക്യാഷ് വൗച്ചറാണ്. ഈ ഓൺ അടിച്ചു വിളിക്കുക. അപ്പോൾ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? കോളേജിൽ എന്തെങ്കിലും പരിപാടി ഇല്ലാന്നാ? മാഗസിൻ്റെ ബൈക്ക് ചെരിച്ചിടാൻ വേണ്ടി പോവാണ്. ഇത് ആരാണ് എടുത്ത് കറക്റ്റ് വെക്കുന്നു അവർക്ക് ഗിഫ്റ്റ്. വണ്ടി അവിടെ കെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരെങ്കിലും എടുത്ത് വെക്കുന്നുള്ളത്. ഗൈസ്, വണ്ടി അതെ അവിടെ കെടുത്തിട്ടുണ്ട്. ഓക്കെ, ആൾക്കാരൊക്കെ പാസിംഗ് ഏരിയ ആണ്. നമുക്ക് നോക്കി നോക്കാം ആരെങ്കിലും എടുത്ത് വെക്കുന്നുള്ളത്. അത് അവരുടെ മൈൻഡിൽ അതാണ്, നമുക്ക് പൊക്കാൻ പറ്റൂല എന്നുള്ള ഒരു മോട്ടീവാ. വണ്ടി പറഞ്ഞെടുക്കുന്ന വിചാരിച്ചു. ആ നേരത്തെ എടുത്ത് നോക്കണ്ടേ? പിന്നെ നീ എന്തിനാ ക്യാമറ നോക്കണ്ടായിരുന്നു? അപ്പൊ എനിക്ക് ഭാഗ്യമില്ല, വേറെ ഒന്നുമില്ല. എനിക്ക് ഭാഗ്യമില്ല. അവൻ ആ വണ്ടി കണ്ടു വീണേക്കുന്ന, പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യുന്നവൻ കണ്ടു. അതാണ് അവൻ എടുത്ത് വെക്കാൻ. ഇപ്പൊ കുറെ നേരമായി പിള്ളേരൊക്കെ നടന്നു പോകുന്നുണ്ട്. പിള്ളേരൊക്കെ ആരെങ്കിലും എടുത്ത് വെക്കാൻ നോക്കാം. എടുത്തു വെച്ചാല് ഈ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കും. ആരാണ് ഇതില്? സത്യസന്ധമായി പറ, ആരാ? ഓക്കെ, ഒരു ചെറിയ ഗിഫ്റ്റ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള പയ്യന്മാർ നമുക്ക് ഇപ്പോഴും കാണാനുണ്ട്. എന്താ പറയാനുള്ളത്? സന്തോഷം മാത്രം.
അപ്പൊ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഇനിയും വന്നാ ഹെൽപ്പ് ചെയ്യില്ലേ? ഗൈസ് ഇപ്പൊ ഗ്രീൻ കത്തിരിക്കുകയാണ്. ഇപ്പൊ സിഗ്നലിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. അടുത്തത് അവിടെ റെഡ് കത്തുമ്പം ആരാണ് ഈ വൈറ്റ് ലൈനിന്റെ ബാക്കിൽ നിർത്തുന്നത്? ഫ്രണ്ടിക്ക് കയറ്റി നിർത്താൻ പറ്റുമെങ്കിൽ പോലും വൈറ്റ് ലൈനിന്റെ ബാക്കിൽ നിർത്തുന്നവർക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം ഗൈസ്, കത്താനായി എല്ലാം കത്തി. വാ 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 വാ, റെഡ് ചേച്ചി വേണ്ടേ? ഒന്ന് സീബ്ര ക്രോസിന്റെ ബാക്കിൽ നിർത്തിയായിരുന്ന ഒരു ഗിഫ്റ്റ്. അപ്പൊ ലൈൻ ഉണ്ടായിട്ടും കയറ്റി നിർത്താൻ പറ്റും എങ്കിൽ പോലും ലൈനിന്റെ ബാക്കിൽ നിർത്തിയത്. ആ ഓട്ടോ ചേട്ടൻ ചെറിയൊരു ഗിഫ്റ്റ്. ലൈനിന്റെ ബാക്കിൽ നിർത്തിയില്ലേ? ലൈനിന്റെ ഫ്രണ്ടിക്ക് കയറ്റി നിർത്താൻ പറ്റുമെങ്കിൽ പോലും ആ റെഡ് വണ്ടി അതുപോലെ ആ ചേച്ചി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി തുറന്നില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ. ആ ചേച്ചും വണ്ടി ആദ്യം നിർത്തി. ആ റെഡ് വണ്ടി ഏറ്റവും കുറച്ച് ബാക്കിൽ കയറ്റിയിട്ട് നിർത്തിയേക്കണ്. അതുപോലെ ഓട്ടോക്കാരന് കയറ്റിയിട്ട് നിർത്തിയേക്കണ്. അടിപൊളി. സാഡസ്റ്റ് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സിഗ്നൽസ് ഉണ്ട്, പക്ഷെ അതിന്റെ ചുറ്റൊന്നും വൈറ്റ് ലൈൻ ഇല്ല. എവിടെയും വൈറ്റ് ലൈൻ ഇല്ല. ആകെ കലൂര് മാത്രമേ ഉള്ളൂ വൈറ്റ് ലൈന്. എടപ്പള്ളി ആണെങ്കിലും എവിടെയാണെങ്കിലും വൈറ്റ് ലൈൻ ഇല്ല ഗൈസ്. അതെ, വൈറ്റ് ലൈൻ ഒക്കെ വരച്ചാലാണ് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ റോഡ് മാനേഴ്സിന്റെ കാര്യത്തിൽ വളരെ മോശമാണ്. റോഡിന്റെ കാര്യം വളരെ മോശമാണ്. പിന്നെ റോഡ് മാനേഴ്സിന്റെ കാര്യം നമ്മൾ പറയാൻ പാടില്ല. ആദ്യം റോഡ് നന്നാവണം, എന്നിട്ട് റോഡ് മാനേഴ്സ്. എങ്കിലും അവര് അത് ലൈൻ നോക്കി കറക്റ്റ് നിർത്തി. അടിപൊളി. അങ്ങനെ ഗൈസ്, നമ്മൾ പല സിറ്റുവേഷൻസിലെ ആളുകൾ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാണോ അതോ എല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഒരുപാട് പേരുണ്ട്, പക്ഷെ അതിൽ ആരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുന്നിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. 4 സിറ്റുവേഷനാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കാണ്. നമ്മുടെ എന്താണ് സാമൂഹികമായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഒരു മനുഷ്യത്വം എന്നൊക്കെ പറയണ ഒരു സംഭവം, ആ സാധനം ഉണ്ട് ഇതില്. അതുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് നമ്മൾ ആളുകളെ ഒരു പേഴ്സണൽ ഹെൽപ്പ് ചെയ്യുമെന്നാണ് നോക്കിയത്. ഒരു കണ്ണ് കാണാത്ത ഒരാള്, അതുപോലെ പീരീഡ്സിന്റെ ഒരു ടൈമിൽ പെൺകുട്ടിക്ക് ഹെൽപ്പ് ചെയ്യോ, പൈസ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒരു പേഴ്സൺ ഹെൽപ്പ് ചെയ്യുമെന്നാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് സമൂഹം നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ കാര്യങ്ങളാണ്. അപ്പൊ അവര് ആരാണ് മുന്നിട്ട് വരിക എന്നുള്ളതാണ് നോക്കിയത്. ഇതുപോലത്തെ വേറെ സിറ്റുവേഷൻസ് എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അതായിരിക്കും നമ്മൾ ചെയ്യുന്നവ. അപ്പൊ കുറെ കമന്റ്സ് വരട്ടെ, അതിൽ നല്ലത് നോക്കിയിട്ട് നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കാൻ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ പീസ്.